ഗൈസ്, നമ്മളുടെ വെള്ളാപ്പള്ളി സാർ അത്യധികം ദുഃഖത്തിലും അതീവ ഗുരുതരമായ പ്രശ്നങ്ങളിലാണ്. അദ്ദേഹത്തിന്റെ സമീപകാല പ്രസ്താവനകൾ കേവലം പരാതികളായി കാണരുത്, മറിച്ച് സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള അഗാധമായ വെളിപ്പെടുത്തലുകളായി വേണം നാം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന്റെ വേദനയുടെ പാരാവാരത്തിന് പ്രധാനമായും രണ്ട് ഉറവിടങ്ങളാണുള്ളത്. ഒന്ന്, തന്റെ സമുദായത്തിനെതിരെ ഒരുങ്ങുന്ന ഒരു മഹാഗൂഢാലോചന. രണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാറിലൊന്ന് കയറിയതിന്റെ പേരിൽ നേരിടേണ്ടി വന്ന പൊതുജന രോഷം. ഈ വെള്ളാപ്പള്ളി സാറിനെ ഇത്രയധികം അലട്ടുന്ന ആ ഗൂഢാലോചനയുടെ ിലേക്ക് നമുക്കൊന്ന് ആഴ്ന്നിറങ്ങാം. വെള്ളാപ്പള്ളി സാറിന്റെ പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളുടെ അടിത്തറ ആദ്യം പരിശോധിക്കണം. സംഗതി സിമ്പിളാണ്. വെള്ളാപ്പള്ളി സാറിന്റെ സമുദായം ഒഴികെ വേറൊരു സമുദായത്തെയും വേറൊരു മതത്തെയും മൂപ്പർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. പിന്നെ മുസ്ലിം ലീഗിനെ പിന്നെ പറയാൻ വേണ്ട. പിന്നെ മലപ്പുറം എന്ന് കേൾക്കുമ്പോഴേക്കും മൂപ്പർക്ക് ശ്വാസം മുട്ടും. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം അദ്ദേഹത്തിന്റെ ദുഃഖത്തിന്റെ രണ്ട് പ്രധാന സ്തംഭങ്ങളെ നമ്മൾ കാണാൻ. ഒന്ന്, സാമുദായിക ഗൂഢാലോചനയുടെ ഭീകരത. രണ്ടാമത്തത്, സാമൂഹികമായ ഒറ്റപ്പെടുത്തലിന്റെ ഒരു നോവ്. എന്തൊരു കണ്ടുപിടുത്തമാണ് സുഹൃത്തുക്കളെ അത്! മുസ്ലിം ലീഗിന്റെ രഹസ്യവും പൈശാചികമായ ഒരു പദ്ധതി നമ്മുടെ വെള്ളാപ്പള്ളി സാറിന്റെ മൂന്നാം കണ്ണ് തുറന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അടുത്ത ഭരണം കിട്ടിയാൽ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ഈഴവ സമുദായത്തിനെതിരാക്കിയ ഒരു മാറാട് മോഡൽ കലാപം നടത്താൻ ലീഗ് ശ്രമിക്കുകയാണെന്ന്. എന്തിനാണിതെന്നല്ലേ? മലപ്പുറം, വയനാട്, കാസർഗോഡ് പോലുള്ള ജില്ലകളിൽ ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനവും ഞാക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ. ഈ ഭീകരമായ പദ്ധതി കാരണം തന്റെ സമുദായത്തിന് ഒരൊറ്റ കലാലയം പോലും സ്ഥാപിക്കാൻ കഴിയുന്നില്ലെന്നുള്ള ദുഃഖം അദ്ദേഹം പങ്കുവെക്കുകയാണ്. സുഹൃത്തുക്കളെ, പങ്കുവെക്കുകയാണ്. അയ്യപ്പ സംഗമം പരിപാടിയിൽ മുഖ്യന്റെ കാറിൽ യാത്ര ചെയ്തത് വിവാദമായതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വലിയ ദുഃഖം. ഈ വിമർശനങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ മര്യാദയുടെ പ്രശ്നമില്ല, മറിച്ച് താനൊരു പിന്നോക്കക്കാരനായതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. അദ്ദേഹം പറയുന്നതെന്ന് കേട്ടു നോക്കാം. ഒരു മുന്നോക്കക്കാരൻ ഒരു മുന്നോക്കക്കാരൻ ആ വണ്ടി കയറുകാരൻ കൊണ്ടുവരുന്ന ഇല്ല, നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലല്ലോ. ഒന്നും കൂടി കേട്ടോളൂ. അപ്പൊ ഞാനൊന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം. പിന്നോക്കക്കാരനായ ഞാൻ ആ വണ്ടിയിലൊന്ന് കയറി എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം എന്നെ കൊല്ലാൻ വരുന്നു എന്ന് വേദനയോടെ അദ്ദേഹം ചോദിക്കുകയാണ്. ഒരു മുന്നോക്കക്കാരനോ ന്യൂനപക്ഷക്കാരനോ ആയിരുന്നെങ്കിൽ ഈ കോലാഹലങ്ങൾ ഉണ്ടാവുമായിരുന്നോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം സാമൂഹിക അസമത്വത്തിനെതിരെയുള്ള മൂർച്ചയേറിയ വിമർശനമായി നിലകൊള്ളുകയാണ് സുഹൃത്തുക്കളെ. എന്നാൽ എല്ലാ കൊടുങ്കാറ്റിലും ഒരു അഭയകേന്ദ്രം ഉണ്ടാവുമല്ലോ. ഈ വെള്ളാപ്പള്ളി സാറിന് വേണ്ടി ആ അഭയകേന്ദ്രം ചുവപ്പ് ചായം പൂശി കാത്തു നിൽക്കുകയായിരുന്നു. ആരാണ് ഈ ആരോപണത്തിന്റെ പേമാരിയിൽ അദ്ദേഹത്തിന്റെ കുടപിടിക്കുന്നതെന്നല്ലേ? അപ്രതീക്ഷിത രക്ഷകൻ, സഖാക്കളുടെ സ്നേഹത്തണൽ, വിഭാഗീയ പ്രസ്താവനകളുടെ പേരിൽ നിരന്തരം വിമർശിക്കപ്പെടുന്ന ഒരാളുടെ ഏറ്റവും വലിയ സംരക്ഷകനായി ഇടതുമുന്നണിയും വിശിഷ്യ മുഖ്യനും മാറുന്നു എന്നതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ വിരോധാഭാസം. ഈ മുഖ്യന്റെ ഉറച്ച നിലപാടുണ്ടല്ലോ, എല്ലാ വിമർശനങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് മുഖ്യൻ പിണറായി വിജയൻ വെള്ളാപ്പള്ളിക്ക് നൽകിയ പിന്തുണ ചരിത്രപരമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഒറ്റപ്പെടുത്താൻ നോക്കിയാലും പിണറായി സാറിന്റെ കാറിൽ വെള്ളാപ്പള്ളി സാറിനെ കയറ്റിയിരിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. കേറിക്കോ, ഇനിയും എത്ര വേണമെങ്കിലും കേറിക്കോ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ പ്രധാന കക്ഷിയായ CPIയുടെ എതിർപ്പിനെ പോലും അവഗണിച്ചാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തുന്നത്. വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്നതിന് സഖാക്കൾക്ക് അവരുടേതായ ചില ന്യായീകരണങ്ങളുണ്ട്. അവരുടെ കണ്ണിൽ വർഗീയതയുടെ ഒരു തീവ്രത അളക്കാനുള്ള ഒരു യന്ത്രം ഉണ്ടത്ര. ഈ മെഷീൻ വെച്ച് അളന്നു നോക്കിയപ്പോൾ വെള്ളാപ്പള്ളി തികച്ചും സേഫ് ആണ്. സഖാക്കളുടെ കണ്ണിൽ അദ്ദേഹം ഒരു ദിവ്യപുരുഷനാണ്. മതനിരപേക്ഷത ഉൾപ്പെടെ ജനാധിപത്യ മൂല്യങ്ങളോട് മഹാഭൂരിപക്ഷവും സന്ദർഭങ്ങളിൽ ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരാളാണ് എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ഈ രാഷ്ട്രീയ പിന്തുണയുടെ സുരക്ഷിതത്വത്തിൽ നിന്ന് മാധ്യമങ്ങളെ നേരിടാനെത്തിയപ്പോഴാണ് നാടകത്തിന്റെ അടുത്ത രംഗം അരങ്ങേറുന്നത്. ഒരു പത്രസമ്മേളനത്തിനിടെ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ച് വെള്ളാപ്പള്ളി സാർ ഒരു പുതിയ പാഠം നമുക്ക് നൽകിയിരിക്കുന്നു. വളരെ വിഷമകരമായ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് പകരം ചോദ്യകർത്താവിനെതിരെ ഞെട്ടിക്കുന്ന ഒരു പ്രത്യാരോപണം ഉന്നയിച്ച് ചർച്ചയുടെ ഗതി മാറ്റുക, അതിവിദഗ്ധമായ ഒരു തന്ത്രമായിരുന്നു അത്. നിങ്ങൾ സർക്കാരുമായി ഇത്ര അടുപ്പത്തിലായിരുന്നിട്ടും എന്തുകൊണ്ട് ഒരു കോളേജ് പോലും അനുവദിച്ചു കിട്ടിയില്ല എന്ന മാധ്യമപ്രവർത്തകന്റെ മൂർച്ചയേറിയ ചോദ്യം കേട്ടതും വെള്ളാപ്പള്ളി സാറിന്റെ മട്ടും ഭാവവും മൊത്തം മാറി. അദ്ദേഹം പെട്ടെന്ന് ദേഷ്യപ്പിടിച്ചു മൈക്കുകൾ തട്ടിത്തെറിപ്പിച്ചു. തുടർന്ന് വന്ന ആ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം. ആ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ ഒരു തീവ്രവാദിയാണെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവനൊരു തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ഭക്തനാണ് എന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഈ ഗുരുതരമായ ആരോപണത്തിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടിയും അതിലും ഗംഭീരമായിരുന്നു എന്റെ അനുഭവത്തിൽ. അതോടെ പത്രസമ്മേളനം പ്രവചനാതീതമായി. അയ്യോ നാട്ടുകാരെ ഓടിവരുന്നേ, വെള്ളാപ്പള്ളി സാറിന് ചുറ്റും തീവ്രവാദികളാണേ എന്നാരെങ്കിലും നിലവിളിച്ചു പോയാൽ പോലും അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. തികച്ചും വിചിത്രപരമായ
ഈ സംഭവങ്ങളുടെ എല്ലാം അവസാനത്തിൽ നാം ഒരു വലിയ സത്യം തിരിച്ചറിയും. ഒരു മാധ്യമപ്രവർത്തകനെ പൊതുമധ്യത്തിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തീവ്രവാദിയാണെന്ന് വിളിച്ചിട്ടും വെള്ളാപ്പള്ളി സാറിന്റെ മതേതര പ്രതിച്ഛായയ്ക്ക് അദ്ദേഹത്തിന്റെ ശക്തരായ രക്ഷാധികാരികളുടെ മുന്നിൽ ഒരു കോട്ടവും സംഭവിച്ചില്ല. എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന്റെ വഴിക്ക് പോകുമ്പോൾ മറുവശത്ത് CPM നേതാക്കളുടെ സ്തുതിഗീതങ്ങൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി മുത്താണ്, സ്വത്താണ്, മതേതരത്വവും ജനാധിപത്യവും കാത്തു സൂക്ഷിക്കുന്ന മഹാമനുഷ്യനാണ്. അടിപൊളി. നമോ ഭാഗം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നന്ദി.